ഗൈസ്, അപ്പൊ ഞങ്ങൾ ഇന്ന് ഒരു സ്ഥലത്ത് പോവാണ്. അപ്പൊ ഋതുവിനോട് ചോദിക്കാം എവിടെയാ പോകുന്നത്. ഋതു, നമ്മൾ എവിടെയാ പോണേ? എവിടെ? മാമംഗലോ? മാമംഗലം പോവാ. ആക്ച്വലി നമ്മള് മാമംഗലം അല്ല പോകുന്നത് ഗൈസ്. ഇവൻ പറയുന്നത് നമ്മള് മാമംഗല പോകുന്നതെന്ന്. നമ്മൾ ആക്ച്വലി പോകുന്നത് മാമലക്കണ്ടം. എനിക്കും കൺഫ്യൂഷൻ ആയിപ്പോയി. കുറെ നേരം ഇരുന്ന് മാമംഗലം മാമംഗലം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന മാമലക്കണ്ടം. അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് മാമലക്കണ്ടം. ഇതാണ് നേര്യമംഗലം പാലം. എല്ലാവർക്കും അറിയായിരിക്കും, എറണാകുളത്ത് നിന്ന് മൂന്നാറിലോട്ട് പോകുമ്പോൾ കാണുന്ന പാലമാണ്. പക്ഷേ ഇത് ഞാൻ കാണിച്ചെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് കണ്ടോ, പാരലായിട്ടൊരു പുതിയ പാലം വരുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ പഴയ പാലം പോവും ഗൈസ്. ഭയങ്കര സങ്കടമായി കണ്ടിട്ട്. നമ്മൾ സ്ഥിരം കാണുന്നതായത്. ഇത് ആക്ച്വലി എറണാകുളത്ത് നിന്ന് മൂന്നാർ പോകുന്ന റൂട്ട് തന്നെയാണ്. ചെറിയൊരു ഡൈവേർഷൻ. നമുക്ക് എറണാകുളത്ത് നിന്ന് നിയർലി ഒരു 2.5 hours എടുത്തുള്ളൂ ഹോൾ ട്രാവലിംഗ്. എൻ്റെ മോളെ നിഘോരവനം. നിഘോരവനം വനം നോക്ക്. ജീപ്പ് ട്രക്കിംഗ് നോക്കാം. ഓക്കെ. മഴയൊക്കെ പെയ്ത് കുറച്ച് നല്ലൊരു ക്ലൈമറ്റ്, നല്ലൊരു. ഇപ്പൊ ടൈം ആക്ച്വലി 12:17 PM. പക്ഷേ ആ ഒരു വെയിലില്ല, നല്ലൊരു ക്ലൈമറ്റ്. മഴയുള്ളതുകൊണ്ട് ചെറിയൊരു മഴ. അരുവി കൊള്ളാം. ഞങ്ങൾ വരുന്ന വഴിക്ക് കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് നിർത്തിയതാ. ജസ്റ്റ് കാലൊക്കെ നനച്ച് മുഖമൊക്കെ കഴുകി നമുക്കവിടുന്ന് കളിക്കുന്നുണ്ട്. ഇത് കണ്ടോ, ഇവിടെ ആനയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ആനപ്പിണ്ടൊക്കെ കാണുന്നുണ്ട്. തണുപ്പുണ്ടോ നോക്കാം. വെള്ളം ഇങ്ങനെയുണ്ട്. നൈസാ. ഇത് ഇവിടുത്തെ ഒരു മെയിൻ സ്പോട്ട്, മാമലക്കണ്ടം ഹയർ സെക്കൻഡറി സ്കൂൾ. സ്കൂളിൻ്റെ ബാക്കിൽ തന്നെ മലയും അതിൽ നിന്ന് വെള്ളച്ചാട്ടവും എല്ലാം കാണാം. നല്ല ബ്യൂട്ടിയാണ്. ഏർലി മോർണിംഗ് ആണെങ്കിൽ സൂപ്പറാണെന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഇച്ചിരി ലേറ്റായി. ഇവിടെ 2-3 ഓഫ് റോഡ് ജീപ്പ് സഫാരി ഉണ്ട്. സ്കൂളിൻ്റെ മുന്നിൽ തന്നെ ജീപ്പ് അവിടെയുണ്ട്. അപ്പം നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ബുക്ക് ചെയ്തിട്ട് പോവാം. ഞങ്ങൾ പോയ സ്പോട്ടാണ് ഉരുളിക്കുഴി വാട്ടർഫാൾസ്. നമുക്ക് 4x4 ജീപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ മുകളിലോട്ട് ഇവിടെയൊക്കെ ട്രക്ക് ചെയ്യാൻ പറ്റും. വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. ഇത് കുറച്ച് സ്റ്റീപ്പാണ്. നമ്മൾ കാണുന്ന പോലെ അത്ര സിമ്പിളല്ല. ഇവിടുന്ന് ആ വീഡിയോയിൽ അത്ര ക്ലിയർ അല്ല. പിന്നെ ഈ ജീപ്പ് നമുക്ക് ഇവിടുന്ന് കഴുകാനൊക്കെ പറ്റും. ജീപ്പ് ക്രോസ് ചെയ്യും. ഈ വെള്ളം ക്രോസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അതൊക്കെ നൈസ് സംഭവമാണ് കേട്ടോ. ഒരു രക്ഷയില്ല. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ടായി. അത് ഇച്ചിരി കഴിഞ്ഞ് അതാണ് ഞാൻ പറഞ്ഞത്. നല്ല രസമായിട്ട് വരുന്നത് കണ്ടോ. ഞങ്ങൾ ഉച്ച സമയത്താണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് നല്ല റിഫ്രഷിംഗ് ആയിരുന്നു ഇവിടെ. ക്ലിയർ വാട്ടറും ആണ്. പിന്നെ അത്യാവശ്യം ഫാമിലീസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് കുളിക്കാനൊക്കെ പറ്റി നന്നായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഡ്രസ് ചേഞ്ച് ചെയ്തു. ജസ്റ്റ് 1-2 സ്ഥലങ്ങളൂടി ജസ്റ്റ് ഇങ്ങനെ വിസിറ്റ് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ നെക്സ്റ്റ് വിഷ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊയിനിപ്പാറ ജീപ്പ് സഫാരി ഉണ്ട്. ഓഫ് റോഡ് ട്രക്കിങ് സൂപ്പറാണെന്നാണ് കേട്ടത്. അപ്പോൾ അതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.